അങ്ങനെ ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഡൽഹിയിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഒരുങ്ങുകയാണ്. ഡൽഹിയുടെ 4ാമത്തെ മുഖ്യമന്ത്രിയായിട്ടാണ് രേഖ ഗുപ്ത ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത്. വലിയ വിജയമൊക്കെ നേടി, ആം ആദ്മിയൊക്കെ തോൽപ്പിച്ച് വലിയ വിജയമൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു മുഖ്യമന്ത്രി ആര് എന്ന് പറയാൻ അവസാന നിമിഷം വരെ BJPക്ക് കഴിയാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്തായാലും ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. 12 മണിക്ക് ഡൽഹി രാംലീല മൈതാനത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയായേക്കും. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകാനായി. അരവിന്ദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജിൽസി. അരവിന്ദ്, നമ്മൾ ഡൽഹി മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനമാകാത്തതിന് വലിയ വിമർശനമൊക്കെ ആം ആദ്മി അടക്കം ഉയർത്തിയ കാര്യങ്ങളൊക്കെ വാർത്തയിൽ നിരന്തരമായി കൊടുത്തിരുന്നു. അപ്പോഴും ഈ പർവേഷ് വർമ്മയുടെ പേര് തന്നെയായിരുന്നു ഏറ്റവും പ്രധാനമായി മുന്നിൽ നിന്നിരുന്നത്. പിന്നീട് എങ്ങനെയാണ് അത് രേഖ ഗുപ്തയിലേക്ക് എത്തിച്ചേർന്നത്? ഇത് പർവേഷ് വർമ്മ കൂടെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണോ? ഉപമുഖ്യമന്ത്രി എന്നൊരു പദത്തിലേക്ക് പോയിക്കൊണ്ട് അങ്ങനെ ഒരു സമ്മതത്തിലേക്ക് എത്തിക്കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അവസാന നിമിഷം ഇത്തരത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? ജിൽസി, ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രേഖ ഗുപ്ത എന്ന പേരിലേക്ക് BJP നേതൃത്വം എത്തിയത്. ഫെബ്രുവരി 8-നാണ് ഡൽഹിയിൽ ഫലം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയെ കണ്ടെത്തുവാൻ വേണ്ടി വലിയ രീതിയിലുള്ള ചർച്ചകൾ BJP ഡൽഹിയിൽ അടക്കം നടത്തിയിരുന്നു. 11 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ രാത്രിയോടുകൂടി രേഖ ഗുപ്തയുടെ പേര് BJP പ്രഖ്യാപിക്കുന്നത്. RSS മുന്നോട്ട് വെച്ച പേരാണ് രേഖ ഗുപ്ത എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പർവേഷ് വർമ്മയും ഈ പേര് അംഗീകരിച്ചിട്ടുണ്ട്. കാരണം പർവേഷ് വർമ്മയുടെ പേരാണ് ആദ്യം മുതൽക്ക് തന്നെ ഡൽഹി മുഖ്യമന്ത്രി എന്നൊരു സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടത്. കാരണം അരവിന്ദ് കേജ്രിവാളിനെ അട്ടിമറിച്ചുകൊണ്ട് ന്യൂഡൽഹി മണ്ഡലത്തിൽ പർവേഷ് വർമ്മ ഒരു മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പർവേഷ് വർമ്മയെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യം വലിയ കോണിൽ നിന്ന് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഡൽഹിക്ക് ഒരു വനിതാ മുഖ്യമന്ത്രി കൂടി എത്തുകയാണ്. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിത്തിനും അതിശയ്ക്കും ശേഷമാണ് ഇപ്പോൾ രേഖ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ഡൽഹി രാംലീല മൈതാനത്താണ് ഈ ചടങ്ങുകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ BJP നേതാക്കളുടെ വലിയൊരു നിര തന്നെ ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ NDA സഖ്യകക്ഷി നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ തന്നെ വ്യവസായ മേഖലയിലെ പ്രമുഖർ, സിനിമാ താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളടക്കം ചടങ്ങിനെത്തുമെന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകം 250 ചേരി നിവാസികളെയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് BJP ക്ഷണിച്ചിട്ടുണ്ട്. കാരണം ആം ആദ്മി പാർട്ടിക്കൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം ഈ ചേരി നിവാസികൾ നിന്നിരുന്നു. അവരുടെ വോട്ട് ഇത്തവണ BJP മാറിയത് BJP വിജയത്തിന് വലിയ രീതിയിലൊരു പ്രാധാന്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേകം ക്ഷണം ഈ വിഭാഗത്തിന് BJP നൽകിയിരിക്കുന്നത്. പക്ഷേ ആം ആദ്മി പാർട്ടി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോപിച്ചത് കൃത്യമായ ഒരു BJPക്ക് ഒരു മുഖ്യമന്ത്രി മുഖം ഡൽഹിയിലില്ല, അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതെന്നാണ്. എന്തായാലും ഈ വിമർശനങ്ങൾക്കെല്ലാം വിരാമം വിട്ടുകൊണ്ടാണ് ഇന്നലെ രാത്രി 8:30 BJP രേഖ ഗുപ്തയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചത്. രേഖ ഗുപ്ത എന്ന് പറയുമ്പോൾ ABVPയിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ്. 1996 മുതൽ 97 വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റായിരുന്നു. 2007-ലാണ് BJPയുടെ സജീവ രാഷ്ട്രീയത്തിലേക്ക് രേഖ ഗുപ്ത എത്തുന്നത്. പിന്നീട് BJPയുടെ ഇത്തരത്തിൽ കൗൺസിലറായും അതുപോലെ തന്നെ സൗത്ത് ഡൽഹിയിലെ മേയറായും രേഖ ഗുപ്ത പ്രവർത്തിച്ചിരുന്നു. ഇത് രേഖ ഗുപ്തയുടെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയമാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും രേഖ ഗുപ്ത പരാജയപ്പെട്ടിരുന്നു. ഇത്തവണ രേഖ ഗുപ്ത ഇതിന് വലിയ വിജയം സ്വന്തമാക്കുന്നു. ഏകദേശം 29,000-ലധികം വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ ഇത്തവണ ഷാലിമാർ ബാഗിൽ രേഖ ഗുപ്ത പരാജയപ്പെടുത്തത്. എന്തായാലും വനിതാ മുഖ്യമന്ത്രി എന്നൊരു അഭ്യൂഹം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പർവേഷ് വർമ്മ, വിജേന്ദർ ഗുപ്ത, അതുപോലെ തന്നെ രേഖ ഗുപ്ത തുടങ്ങിയ പേരുകൾ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു കേട്ടത്. എന്തായാലും ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് BJP എത്തുകയാണ്. കാരണം അതിന് മറ്റൊരു ഘടകം കൂടിയുണ്ട്. BJP ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ അവിടെയൊന്നും ഒരു വനിതാ മുഖ്യമന്ത്രിയില്ല. BJPയുടെ ഒരേ ഒരു വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. രേഖ ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം രേഖ ഗുപ്ത മന്ത്രിസഭയിൽ 7 പേരാണ് ഉണ്ടാവുക. രേഖ ഗുപ്ത അടക്കം 7 പേർ. അതുകൊണ്ട് തന്നെ പർവേഷ് വർമ്മ ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നെങ്കിലും BJP ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മറ്റ് 6 പേർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് മാത്രമാണ് BJP അറിയിച്ചിരിക്കുന്നത്. ചില പേരുകൾ സജീവമായി ഇപ്പോൾ കേൾക്കുന്നുണ്ട്. കപിൽ മിശ്ര, അതുപോലെ തന്നെ ആശിഷ് സൂദ്, പങ്കജ് സിംഗ്, രവീന്ദ്ര രാജ്, അതുപോലെ തന്നെ മജീന്ദർ സിംഗ് സിർസ. ഈ 5 പേരും പർവേഷ് വർമ്മയും രേഖ ഗുപ്തയുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നതാണ് BJP വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. എന്തായാലും 12 മണിവരെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും രേഖ ഗുപ്ത ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വിജേന്ദർ ഗുപ്ത അതുപോലെ തന്നെ ഡൽഹിയുടെ സ്പീക്കറായി എത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് അവസാനമായിരിക്കുന്നു. 12 മണിയോടുകൂടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുക. ജിൽസി.
യെസ്, ഇന്ന് 12 മണിയോടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്നുള്ളത് കൂടിയാണ്. അരവിന്ദ്, അതായത് നേരത്തെ ഈ പർവേഷ് വർമ്മയുടെ പേരിനായിരുന്നു ഏറ്റവും പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ പോലും പിന്നീട് രേഖ ഗുപ്ത എന്നുള്ള പേര് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും അത് ഏറ്റവും പ്രാധാന്യത്തോടെ മുൻപോട്ട് വന്നിരുന്നില്ല. പക്ഷേ ഏകകണ്ഠമായി എടുത്തൊരു തീരുമാനമായിരുന്നു ഇത്. ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് മാരത്തോൺ ചർച്ചകളടക്കം നടന്നതിന് ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് അത്ര എളുപ്പമായിരുന്നില്ല രേഖ ഗുപ്തയിലേക്ക് എത്തിച്ചേരാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ പാർട്ടിക്കകത്ത് രേഖ ഗുപ്തയ്ക്കെതിരെ ഉണ്ടായതായുള്ള വിവരങ്ങളുണ്ടോ? ഇതിൽ അത്തരം എതിർപ്പുകൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം നിരീക്ഷകരടക്കം നേതാക്കളുമായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചർച്ചകൾ നടത്തിയിരുന്നു. പർവേഷ് വർമ്മയുമായി BJP നിരീക്ഷകർ ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം പർവേഷ് വർമ്മ തന്നെയാണ് രേഖ ഗുപ്തയുടെ പേര് മുന്നോട്ട് വച്ചെന്നതാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം പ്രധാനമന്ത്രി വിദേശ പര്യടനത്തിലായിരുന്നു. പ്രധാനമന്ത്രി മടങ്ങിയതിനു ശേഷം ഒരു തീരുമാനം മതിയെന്നായിരുന്നു BJP ദേശീയ നേതൃത്വത്തിന്റെ ഒരു തീരുമാനം. പക്ഷേ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. കാരണം 27 വർഷങ്ങൾക്ക് ശേഷമാണ് BJP ഡൽഹിയിൽ അധികാരത്തിലെത്തുന്നത്. കൃത്യമായ ഒരു മുഖ്യമന്ത്രി മുഖമില്ലാതെയാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ട്. അതുകൊണ്ട് തന്നെ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. RSS ആണ് രേഖ ഗുപ്തയുടെ പേര് മുന്നോട്ട് വച്ചതെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ പാർട്ടിക്കുള്ളിൽ തർക്കങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെയാണ് BJP അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഉയർത്തുന്നത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളവരാരും BJPയിൽ ഇല്ലെന്നാണ്. ആം ആദ്മി പാർട്ടി അടക്കം ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയർത്തിയിരുന്നു. 11 ദിവസം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനമാണ് ആം ആദ്മി പാർട്ടി ഉയർത്തിയത്. കാരണം ഡൽഹിയിൽ BJP ഇത്തരത്തിൽ ഫലം വന്നപ്പോൾ BJP വിജയത്തിന് പിന്നാലെ വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുന്നുവെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചിരുന്നു. എന്തായാലും തങ്ങളുടെ പാർട്ടിയിൽ തർക്കങ്ങളൊന്നുമില്ല, തങ്ങൾ ഏകകണ്ഠമായാണ് രേഖ ഗുപ്തയുടെ പേര് തീരുമാനിച്ചതെന്നും ഇപ്പോൾ BJP ആവശ്യപ്പെടുകയാണ്. കാരണം ബനിയ വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവാണ് രേഖ ഗുപ്ത. ഡൽഹിയിൽ ഏറ്റവും അധികമുള്ള ഒരു സമുദായം കൂടിയാണ് ഈ ബനിയ വിഭാഗം എന്ന് പറയുന്നത്. പർവേഷ് വർമ്മയ്ക്ക് തിരിച്ചടിയായത് പർവേഷ് വർമ്മ ജാട്ട് വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവാണ്. ഡൽഹിയിലെ ജാട്ട് വിഭാഗത്തിന്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ വെറും 7% മാത്രമാണ്. ജാതി സമവാക്യങ്ങളും അതുപോലെ തന്നെ RSSന്റെ അടക്കം അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് രേഖ ഗുപ്ത എന്ന നേതാവിലേക്ക് BJP എത്തിയത്. ജിൽസി.